അമിതമായ ലൈംഗിക താല്പര്യവും അതുപോലെയുള്ള ഒരു സ്ത്രീകളാണെങ്കിൽ ഒരു അല്ലാത്ത ഒരു വ്യക്തിയാണ് കെട്ടിക്കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കത് മനസ്സിന് ആഘാതമായിരിക്കും. എന്നാൽ മറ്റവരാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉടനെ അവർ പറയുന്നൊരു കാര്യം ഉണ്ടാവും, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അവളും തെറ്റ്, അത് എന്ത് ചെയ്യും, നല്ല സൗന്ദര്യമുള്ള തൻ്റെ പ്രായമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും തൻ്റെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി പല വിധത്തിലും പലതരത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുകയും ചെയ്യും. ശരിയല്ലേ? അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും വിവാഹമല്ല, ഇത് മാത്രമാണ് വിവാഹം എന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായക്കാരാണ്. തുളസിയാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും, മധ്യമമായിട്ടും വെള്ളപ്പൂവാ കിട്ടുന്നതെങ്കിൽ നല്ലതായിട്ടും അങ്ങനെ എടുത്ത് കല്യാണം കഴിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ എൻക്വയറി പ്രണയം, അതെ അതെ സത്യം, വിവാഹ പ്രശ്നങ്ങൾ, വിവാഹേതര പ്രശ്നങ്ങൾ, ഈ 3 കാര്യങ്ങളിലാണ് സത്യമായിട്ട് അതിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. ഒരു 10-28 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരിക്കും, ഇവരുടെ 4 പേരുടെയും മരണസമയം അടുത്തിരിക്കുന്നതാണോ, ഇവരുടെ 4 ഏജ് കാറ്റഗറി ആയിരിക്കും, 4 തരത്തിലുള്ള ഗൃഹനിലയായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഈ 4 പേർക്ക് മരണസമയം? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേ പോലെ തന്നെ സത്യമായിട്ടും പറയാം, സ്വർണം കാണാതെ പോയി കഴിഞ്ഞാൽ രാശി തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എന്താ ക്യാഷ് മണി കാണാതെ പോയി കിട്ടാത്തത്? പ്രണയമാണോ അല്ല എന്ത് ചോദിച്ചാൽ പ്രണയമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യൂ, അല്ലെങ്കിൽ വേട്ടോ. ഓ അത് കൊള്ളാം. പ്രകൃതി ഒരിക്കലും പറഞ്ഞിട്ടില്ല താങ്കളോട് വിവാഹം കഴിക്കണം. ഉണ്ടോ? പ്രകൃതിക്ക് വിവാഹമല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു എഗ്രിമെന്റ് ആണ്. ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. ഇനിയിപ്പോ ജ്യോതിഷത്തിൽ വേറൊരു കുഴപ്പം കൂടിയാണ്, അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ പ്രത്യക്ഷത്തിലുള്ള എല്ലാ നിയമങ്ങളും പറയുമ്പോൾ ഇതെല്ലാ നിയമങ്ങളും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു മനപ്പൊരുത്തമാ നല്ലതെന്ന് പറഞ്ഞു എഴുതി വെച്ചു. അപ്പൊ ഇത് ലാസ്റ്റ് പറയും, ഇപ്പൊ നമ്മളിത് എഴുതുമ്പോഴാ പിടിക്കുന്നത്. 4-5 വർഷത്തെ പ്രണയമായിരിക്കും രണ്ടുപേരും, അവർ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ജ്യോത്സ്യന്മാർ ഇത് നോക്കിയിട്ട് പറയും ഇത് ചെയ്യും. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയെന്നുള്ളതല്ല, ചിലപ്പോൾ ദശാസന്ധികൾ ഉണ്ടാവും. അത് ശരിയാണ്. ഈ 4-5 വർഷമായിട്ട് ഇവർ വലിയ പ്രണയത്തിൽ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന 2 പേരെ ഒരു ജ്യോതിഷൻ ഗൃഹനില നോക്കിയിട്ട് ഇത് ചേരില്ല എന്ന് പറഞ്ഞാൽ അതോടെ തീരും അവരുടെ ജീവിതം. അത് കുറച്ച് ഇച്ചിരി കടുപ്പമാണ്. അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ഞങ്ങൾ ജ്യോതിഷന്മാരായിട്ടുള്ള ഒരു അവസ്ഥ കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വിവാഹം ഒപ്പിച്ചുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് നമ്മൾ സാധാരണ ഈ ഒരു ഗ്രഹനില നോക്കി നമുക്ക് ഒരാൾ ഫ്രോഡാണോ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന നമുക്ക് ചന്ദ്രനെ കൊണ്ട് അത്യാവശ്യം മദ്യപാനും അതുപോലെ കാര്യങ്ങളൊക്കെ പറയാം. ഇതും അയാളുടെ സ്വഭാവം തന്നെയാണ് നമ്മൾ പറയുക. ഇന്ന സ്വഭാവങ്ങൾ ഇന്ന ഇപ്പോൾ 7ാം ഭാവാധിപൻ 2ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്പം വ്യഭിചാര സ്വഭാവം കൂടുതലുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. എന്നാൽ മറ്റ് ശുഭഗ്രഹങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അയാൾക്കത് കുറവായിരിക്കും. അപ്പൊ എങ്ങനെയാണ് അതിനെ ഈ ഗ്രഹനില മാത്രം നോക്കി ഒരാൾ വ്യഭിചരിക്കാറുണ്ടോ, അയാൾ ഫ്രോഡാണെന്ന്? അങ്ങനെയല്ല, ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറെ നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പഠിക്കുന്നു, 10 പേരിലോട്ട് പറയുന്നു. അതിലൊരു 7 പേർക്ക് അത് അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഹിസ് ബിലീവ് സിസ്റ്റം അനുസരിച്ച് ആ ജ്യോതിഷം ബാക്കിയുള്ള 3 പേരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. അങ്ങനെ അത് റെയറിസ് എവിടെ ഉണ്ടല്ലോ. റെയർ ഈ ലോകത്ത് എന്തൊക്കെയാണ്, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതല്ലേ. 10 എല്ലാം 10 ശരിയാവില്ലല്ലോ. പണ്ടേ എനിക്കൊരു കല്യാണാലോചന എനിക്കറിയാവുന്ന ഒരു ജ്യോത്സ്യനാണ് ഇത് നോക്കിയത്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയതും എനിക്കറിയാവുന്ന ആളാണ്. അതയാൾ പറഞ്ഞു, ഒരാൾ പറയാണ്, അയാൾ കൃത്യമായി കമ്പ്യൂട്ടറിൻ്റെ ഒന്നും സഹായമില്ല, ഗണകനാണ്, അദ്ദേഹത്തിന്റെ കുലത്തൊഴിലാണ്, അദ്ദേഹം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഇത് ചേരും, നടത്താം. പക്ഷെ പെണ്ണിന്റെ വീട്ടുകാർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ചേരില്ല. അത് കല്യാണം നടന്നില്ല. കുറെ നാളിന് ശേഷം ഞാൻ ഈ ജാതകം നോക്കിയ ആളുമായിട്ട് ഇതുപോലെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഗണിക്കുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു. ചെറിയ പൊരുത്തക്കിടക്കെ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നടത്തണ്ട എന്നങ്ങ് പറയും. ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ഒരാളുടെ ജാതകം നിങ്ങളുടെ പക്കൽ നോക്കാൻ വേണ്ടി വന്നിരുന്നു, ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്, ഞാനാണല്ലോ നോക്കിയത്, ആ കുട്ടിയുടെ കല്യാണത്തിന്റെ നടത്തിയത് ഞാനാ നോക്കിയിരുന്നു. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞാൽ വന്നത് ആ ഓർമ്മയുണ്ട്, എന്നാൽ ഓപ്പോസിറ്റ് വന്ന ഗ്രഹത്തിൽ എൻ്റെ ആയിരുന്നു. അയ്യോ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു, രോഹിത്തിന്റെ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. അയ്യോ അപ്പൊ അതെന്താണ് അതിനകത്ത് അടിസ്ഥാനം? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എനിക്കൊരു ജാതകം വന്നു കഴിയുമ്പോൾ ചേരില്ലാത്ത ജാതകമാണെങ്കിൽ എന്തെങ്കിലും ഫ്രോഡിനെസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പ്രണയിച്ചുള്ള ആൾക്കാരാണോ എന്ന് ചോദിക്കും. പ്രണയിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പറയും നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ തീരുമാനപ്രകാരം നടത്തിക്കോളാൻ പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ പ്രണയിക്കുന്ന മനസ്സുകളെ നമ്മൾ വേർപെടുത്തേണ്ട കാര്യമില്ല. ജ്യോതിഷത്തിൽ തന്നെ പറയുന്ന ഏറ്റവും വലിയ രസമുണ്ട്, ഇതെല്ലാ നിയമങ്ങളും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു മനപ്പൊരുത്തമാ നല്ലതെന്ന് പറഞ്ഞു എഴുതി വെച്ചു. അപ്പൊ ഇത് ലാസ്റ്റ് പറയും. അപ്പൊ നമ്മളിത് എഴുതുമ്പോഴാണ് പിടിക്കുന്നത്. ഇനിയിപ്പോ ജ്യോതിഷത്തിൽ വേറൊരു കുഴപ്പം കൂടിയാണ്, അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ പ്രത്യക്ഷത്തിലുള്ള എല്ലാ നിയമങ്ങളും പറയുമ്പോൾ
ഇതിന്റെ ഒരു ഷഷ്ടവർഗോ അഷ്ടവർഗോ ആണ്ടൊക്കെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ചിലപ്പം ഗുണം കാണും. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ഈ ജ്യോതിഷപ്രകാരം എന്ത് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് എല്ലാ കണക്കും കൂട്ടി ശരിയാന്ന് പറയട്ടെ. ആ സമയത്ത് ഒരു നല്ല നിമിത്തം കണ്ടാൽ മതി. നമ്മളിത് വേണ്ട എന്ന് തള്ളുന്ന സമയത്ത് ഒരു നല്ല നിമിത്തം കണ്ടാൽ നടത്തും. അതിനകത്ത് രസം എന്ന് വെച്ചാൽ ചില ക്ഷേത്രങ്ങളിൽ, അതായത് ഞങ്ങളുടെ വൈക്കത്ത് ശിവക്ഷേത്രത്തിൽ ഈ വെള്ളപ്പൂവ് കൊണ്ട് ഇത് കെട്ടും, അതുപോലെ തന്നെ ചെത്തിപ്പൂവ് കൊണ്ടും ഇത് കെട്ടും. ഇങ്ങനെ 3 കാര്യത്തിൽ കെട്ടിയതിന് ശേഷം ചില വ്യക്തികൾ ഭഗവാന്റെ അടുത്ത് കൊടുത്തിട്ട് അത് പൂജിച്ചതിന് ശേഷം തിരുമേനി എന്ത് ചെയ്യും, ഏതെങ്കിലും പൂ കൊടുക്കും. അതിൽ തുളസിയാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും, മധ്യമമായിട്ടും വെള്ളപ്പൂവാണ് കിട്ടുന്നതെങ്കിൽ നല്ലതായിട്ടും അങ്ങനെ എടുത്ത് കല്യാണം കഴിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും 100% എന്ത് ചെയ്യാൻ കഴിയും, ശരിയല്ല, അതില്ല. പിന്നെ നമുക്ക് കുറച്ച് ഞാൻ അന്വേഷണം രണ്ടാമതൊരു ഗ്രഹനിലയായിട്ട് മറ്റൊരു ജ്യോത്സ്യനെ കാണാം. അത് നമ്മൾ സ്ഥിരമായി വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനെ കാണാം. അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രണയമാണോ രോഗത്തി എന്ന് ചോദിച്ചു. നമ്മൾ അല്ല എന്ന് പറഞ്ഞു. എന്തേ ചോദിച്ചെന്ന് വെച്ചാൽ പ്രണയമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യൂ, അല്ലെങ്കിൽ വേണ്ട നോക്കൂ. അത് കൊള്ളാം. പ്രണയമാണെങ്കിൽ ഇത് പ്രൊസീഡ് ചെയ്യൂ, അല്ലെങ്കിൽ ഇത് വേണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫ്രോഡായിട്ടുള്ള ഒരു വ്യക്തിക്ക് നല്ല ഫ്രോഡായിട്ടുള്ള സ്ത്രീയെ കെട്ടിക്കൊടുത്താലോ കൂടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊക്കോളൂ. എന്നാൽ ഒരിക്കലും ഫ്രോഡല്ല എന്ന് ഉദ്ദേശിച്ചത് അമിതമായ ലൈംഗിക താല്പര്യവും അതുപോലെയുള്ള ഒരു സ്ത്രീകളാണെങ്കിൽ ഒരു അല്ലാത്ത ഒരു വ്യക്തിയാണ് കെട്ടിക്കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കത് മനസ്സിന് ആഘാതമായിരിക്കും. എന്നാൽ മറ്റവരാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉടനെ അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടാകും, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അവളും തെറ്റ്, അത് എന്ത് ചെയ്യും, വിഷയം മാറും. അതുകൊണ്ട് കാർഡുകൾ നമ്മളിത് ജ്യോതിഷം പരിശോധിക്കുമ്പോൾ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളും കൂടി അതിനകത്ത്. ഞാൻ ഈ ജ്യോതിഷം പ്രവചനം തെറ്റാറുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു കാരണം, നമുക്ക് ഭയങ്കര വിശ്വാസവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു ജ്യോത്സ്യൻ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരാളോട് പറഞ്ഞു, അയാൾക്ക് കുറച്ച് പൈസ, ഒരു വലിയ എമൗണ്ട് ഒരാൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര മാനസിക പ്രയാസത്തിലെ കുറേ നാളായി ഇത് കിട്ടുന്നില്ല. അദ്ദേഹം ഈ ജ്യോത്സ്യനെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ഇതുപോലെ കുറച്ച് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ സ്ഥിരമായി ഇവർ തമ്മിൽ കാണുന്ന ആളുകളാണ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം കബഡിയൊക്കെ നിർത്തി നോക്കിയിട്ട് പറഞ്ഞു, വലിയ പാടാ അത് കിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സങ്കടത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് ആ പൈസ കിട്ടില്ല. എന്നുവെച്ചാൽ എന്താ, ജ്യോത്സ്യം പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞു. അത് അയാളുടെ നമ്പർ ഞാൻ തരാമോ, എന്നിട്ട് അയാളെ വിളിച്ച് പറയൂ ഇത് എൻ്റെ പൈസയാണെന്ന് പറയൂ. ഞാനൊരു 5 ദിവസം വിളിച്ചു. ഇന്നലെ അദ്ദേഹത്തിന് പൈസ കിട്ടി. അല്ല അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ വിളിച്ചതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഒരു ലോൺ പാസ്സായി. ഞാൻ ആവശ്യങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ പൈസയാണ് അദ്ദേഹം വാങ്ങി തന്നത്, എനിക്ക് ആവശ്യങ്ങളുണ്ട്. അദ്ദേഹം കൃത്യമായി ഒരു ചെറിയ പൈസ ഉള്ളൂ കേട്ടോ, ബാക്കി പൈസ മുഴുവൻ കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്നലെ മറ്റദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ജ്യോത്സ്യൻ പറഞ്ഞതല്ല ശരി, ചില സമയങ്ങൾ കൊണ്ടൊക്കെ മാറാൻ പറ്റും. ഇപ്പം കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. അത് യുക്തിപരമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധാരണ ഫലിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും കൺട്രോൾ ഇല്ലാത്ത ആകസ്മികമായ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പ്രവചിച്ചാൽ ഫലിക്കുകയുള്ളൂ. അല്ലാതെ മനുഷ്യനെ കൊണ്ട് മാറ്റാവുന്നതും മനുഷ്യനെ കൊണ്ട് എടുക്കുന്ന സാഹചര്യങ്ങൾ പ്രവചിക്കാൻ പോയാൽ തെറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചില ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, വിവാഹത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇത്ര സമയത്ത് നടക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, കറക്റ്റായിട്ട് നടക്കുമെന്ന്. അപ്പോൾ ചോദിക്കാം, അതിനു മുമ്പ് താൻ വല്ല പ്രണയബന്ധത്തിലോ മറ്റെന്തെങ്കിലും ബന്ധത്തിലോ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ? പ്രകൃതി ഒരിക്കലും പറഞ്ഞിട്ടില്ല താങ്കളോട് വിവാഹം കഴിക്കണം, ഉണ്ടോ? പ്രകൃതിക്ക് വിവാഹമല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു എഗ്രിമെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. അതിനകത്ത് രസം എന്നാണ്, ഈ സ്വർണം കാണാതെ പോയി കഴിഞ്ഞാൽ രാശി തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എന്താ ക്യാഷ് മണി കാണാതെ പോയി കിട്ടാത്തത്? എന്തുകൊണ്ടാ? ക്യാഷ് മണി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാ. പ്രകൃതിപരമായിട്ട് എന്താ പറയാ, പ്രകൃതിയിൽ നിന്ന് മാറ്റപ്പെടുത്തിയെടുത്ത കാര്യമാണ്. സ്വർണം എന്ത് ചെയ്യുന്നതാണ്? പ്രകൃതി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ നിർമ്മിതമായ കാര്യങ്ങൾ പ്രവചിക്കാൻ പോയാൽ എന്ത് ചെയ്യൂല, നടക്കില്ല. ഇത് നടക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിട്ട് അനുഭവപ്പെടും. പിന്നെ ഒരു കുറച്ച് കാലമായി കഴിയുമ്പോൾ ഒരു ജ്യോതിഷിക്ക് മനസ്സിലാവും ഏതെല്ലാം നടക്കും, എന്തെല്ലാം നടക്കില്ല, എന്തെല്ലാം അവിടെ ഇവിടെ നിൽക്കും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും നാളിൻ്റെ ഇടയിലെ യാത്രയിൽ ഒരുപാട് ജ്യോതിഷവും ടാരോ, റേക്കി, ആഭിചാരം, അങ്ങനെ പല കർമ്മ മേഖലകളിൽ ഇരിക്കുന്നവർ എൻ്റെ മുന്നിലൂടെ കടന്നു വീഴുന്നുണ്ട്. ഇവരെ ആവശ്യമുള്ള പലരും ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ആൾ, എങ്ങനെയാണ്, അല്ലെങ്കിൽ ആളുടെ നമ്പർ തരൂ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് റിങ് ചെയ്ത് കട്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് പ്രണയം, അതെ സത്യം, വിവാഹ പ്രശ്നങ്ങൾ, വിവാഹേതര പ്രശ്നങ്ങൾ, ഈ 3 കാര്യങ്ങളിലാണ് സത്യമായിട്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. ഒരു 10-28 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ഫോൺ വിളിച്ചു, ഒരാളുടെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം,
വേറെ ഒന്നും കൊണ്ടല്ല, അവരെ ചോദിച്ചത് ആരെങ്കിലും ഒരാളുടെ നമ്പർ തരും. അപ്പം ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ അത്യാവശ്യം പൈസയുണ്ട്, എന്നെ കാണാൻ വലിയ തെറ്റൊന്നുമില്ല, ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, പക്ഷെ എൻ്റെ വിവാഹം നടക്കുന്നില്ല. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. എന്തുകൊണ്ടായിരിക്കും അവർക്കൊക്കെ ഇങ്ങനെ വിവാഹം നടക്കാതെ? വിവാഹം നടക്കത്തൊന്നുമല്ല, നടക്കാതിരിക്കുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് യഥാർത്ഥത്തില് അവർക്ക് ചില സമയത്ത് പല വിധത്തിലും പലതരത്തിലും അതിൻ്റെതായ ആളുകൾ ചിലപ്പോൾ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അവർക്കത് മനസ്സുകൊണ്ട് എന്ത് ചെയ്യാത്ത, നമ്മളൊരു വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തം സമുദായത്തിൽ നിന്നും നല്ല സൗന്ദര്യമുള്ള തൻ്റെ പ്രായമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും തൻ്റെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി പല വിധത്തിലും പലതരത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുകയും ചെയ്യും. ശരിയല്ലേ? അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും വിവാഹമല്ല, ഇത് മാത്രമാണ് വിവാഹം എന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായക്കാരാണ്. എന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തപരമായിട്ട് നമുക്ക് ഒരു വ്യക്തിയോട് ആകർഷണം തോന്നുകയും അയാൾക്ക് ആകർഷണം തോന്നുകയും നിങ്ങൾ ആ ഒരു കുറച്ച് സമയം എന്ത് ചെയ്യുന്നു, അവരോട് ഒത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിനും മറ്റു കാര്യങ്ങളും സപ്പോർട്ടും ഗുണവും സന്തോഷവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? വിവാഹ കാലഘട്ടമാണ്. അതാണ് പ്രകൃതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കോന്നിയില് ഒരു വാഹനാപകടം ഉണ്ടായി, 4 പേര് മരിച്ചു. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ദിവസം, ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസമല്ല, സംസാരിക്കുന്ന ദിവസം. വിവാഹം കഴിഞ്ഞ് 15 ദിവസം മാത്രമായ 2 പേർ. വാർത്ത അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പിതാക്കന്മാർ ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരവേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഈ 4 പേരുടെയും ഈ ജ്യോതിശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഇവർ 4 പേരുടെയും മരണസമയം അടുത്തിരിക്കുന്നതാണോ? ഇവരുടെ 4 ഏജ് കാറ്റഗറി ആയിരിക്കും, 4 തരത്തിലുള്ള ഗ്രഹനിലയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഈ 4 പേർക്ക് മരണസമയം? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേ പോലെ തന്നെ സത്യമായിട്ടും പറയാ അറിയില്ല. ഞാൻ എന്ത് ചെയ്യാറില്ല. എന്നോട് ഇത് എനിക്കൊരു തിരുമേനി, ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ഒരു തിരുമേനി ഇന്നല്ല, നമ്മുടെ ആലപ്പുഴ വണ്ടാനത്ത് അപകടം ഉണ്ടായ ദിവസം എനിക്ക് അയച്ചെന്നൊരു ചോദ്യമാണ്. സാറിന്റെ മുന്നിൽ ഇനി ഏതെങ്കിലും ഒരു ജ്യോതിഷ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഈ ചോദ്യം ചോദിക്കും. അല്ല, വേറെ കൊണ്ടല്ല, പലരും വന്നിരുന്ന് പറയാറുണ്ട് അത് പൂർവ്വജന്മ കർമ്മമാണ്, ഗ്രഹനിലയുടെ പ്രശ്നമാണ്, സമയത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ 4 പേർക്ക് എങ്ങനെ ഒരുമിച്ച് വന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അല്ല, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഡോക്ടർമാരോട് എല്ലാവർക്കും ചോദിക്കാം. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി ചിന്തിക്കുകയും യുക്തിപരമായിട്ട് എടുക്കുകയും ചെയ്യുന്നതല്ലേ. നമ്മൾ എന്ത് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കൊച്ചു ഡ്രൈവറാണ്. ഞാൻ നിങ്ങളുടേതായ കൊച്ചു കാര്യങ്ങൾ പറയുന്നു, കൊച്ചു ഇത്രയും വലിയ വണ്ടിയിൽ ഞാൻ കയറി ഓടിക്കാറില്ല. ഞാൻ ചിന്തിക്കാറുമില്ല, അങ്ങനെ പോകാറുമില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ട് എടുക്കാറില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന ഒരു 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അതായത് നമ്മൾ ജ്ഞാനം കുറച്ച് നാൾ കഴിയുമ്പോൾ ശൂന്യതയിലേക്കാണ് അവർ പോകുന്നത്. അതായത് ഇങ്ങനെ ശൂന്യതയിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ചെയ്തത് എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഇതൊന്നും അല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും കുറേ കഴിയുമ്പോൾ. ആ മാറുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു സമയത്ത് ഏതായാലും ഇന്ന് എനിക്ക് 46 വയസ്സുണ്ട്. ഒരു 65-66 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാനിന്ന് ഉത്തരം പറയുമായിരിക്കും. 45 ഇപ്പൊ 1 കൊല്ലം കൂടിയായി. 79 അല്ലേ, 46-ലേക്കല്ലേ വരുന്നത്? അറിയില്ല, ഞാൻ 89, എനിക്ക് 35 ആയിട്ടുള്ളൂ. ആണോ? ഭാഗ്യമായി. അത് വെച്ച് ഞാൻ കൂട്ടുമ്പോ 45. ഞാൻ 79. 79 89 തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസം. 45 വയസ്സാണ് പ്രായം, 46 അല്ല. ഓ, ഭയങ്കര സന്തോഷം. മറ്റുള്ള സന്തോഷം. ഏതായാലും 1 വയസ്സ് എനിക്ക് കുറച്ച് തന്നു. ഞാൻ ജനുവരിയില്ല, ഞാൻ നവംബറിലാണ്. അതുകൊണ്ടുള്ള വ്യത്യാസം. പറഞ്ഞോളൂ. ഓക്കെ.